പ്രേതബാധ കൂടിയ ആൾക്കാർ ഇപ്പം അവർക്കാണെങ്കിൽ ഇപ്പം മലയാളം മാത്രം അറിയുന്ന ആൾക്കാരായിരിക്കും. അവർ പെട്ടെന്ന് ചിലപ്പം ഈ ബാധ കയറി കഴിഞ്ഞാൽ ഹിന്ദി അറിയാത്ത ആൾ ചിലപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന കാണാം, അറബി സംസാരിക്കുന്ന, അങ്ങനെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും അതിന് പിന്നിൽ എന്താ കാരണം? സത്യമാണ് ഈ പറഞ്ഞത്. കാരണം ഒരു പരിചയമില്ലാത്ത വേറൊരു ഭാഷയിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ ഹിന്ദി ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കും. അവർ തമിഴ് ഇതുവരെ അല്ലെങ്കിൽ അറബി ഇതുവരെ സംസാരിക്കാത്തൊരു ഭാഷയായിരിക്കും. അപ്പോൾ ഈ പ്രേതം ബാധിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എന്തൊക്കെയാണോ അതേപോലെ ബിഹേവ് ചെയ്യും. അതിന് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഈ പറഞ്ഞ ഹിന്ദിയും തമിഴും അറബിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കേട്ട ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവർക്ക് പോലും അറിയാൻ പാടില്ലാതെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ അതേപോലെ റിയാക്ട് ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ള ഒരു റിയൽ ഫോമിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ പക്ഷെ കേൾക്കുന്നതെല്ലാം യഥാർത്ഥ ഹിന്ദി ആവണം നിർബന്ധമില്ല. ഹിന്ദിക്ക് സദൃശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ കേട്ടിട്ടുള്ള ഹിന്ദി അതിനോട് ഏകദേശം സാദൃശ്യമുള്ളതായിരിക്കും. അറബിയാണെന്ന് നമുക്ക് തോന്നിക്കെങ്കിലും ശരിയായ അറബി ആവണം നിർബന്ധമൊന്നുമില്ല. അറബിക്ക് സദൃശ്യമായിട്ടൊരു ഭാഷയായിരിക്കും. അപ്പോൾ കേൾക്കുന്നതിന് തോന്നും ശരിക്കും ഒരു അറബിയാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് അറബിയൊക്കെ അറിയായിരിക്കും. തമിഴ് അതുപോലെ തന്നെ. തമിഴൊക്കെ നമ്മൾ സിനിമയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ അവർ സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഇൻഫോർമേഷൻസ് എല്ലാം ഒന്നും പോകുന്നില്ല. അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ മാറുമ്പോൾ പിന്നീട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ആ ഫോമിലേക്ക് മാറുന്നത്. ഒരാൾക്കിപ്പം പ്രേതബാധ പിടിപെട്ടു എന്ന് വെച്ചോ, അയാൾ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഒരാൾക്ക് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് കാണിക്കുന്നത്. പ്രേതബാധ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ബാധയാണ് പിടിപെട്ടതെന്ന് അറിയും. ഇപ്പോൾ ഒരു വയസ്സായ ആൾ മരിച്ചു പോയെങ്കിൽ വലിയ അവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളൊന്നും വലിയ ഒച്ചപ്പാടുമ്പകളൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ ഒരു ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ ഒരു രക്തരക്ഷസൊക്കെ കയറി അല്ലെങ്കിൽ പവർഫുള്ളായിട്ടൊരു ജിന്നൊക്കെയാണ് കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ എന്താ ചിന്ത, ഇത് ഭയങ്കര ശക്തിയുള്ളതാണെന്ന് ഓൾറെഡി നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ ഓൾറെഡി ഇതിലുണ്ട് അവർ റിയാക്ട് ചെയ്യുന്ന രീതികൾ. അവർ വേറൊരു വ്യക്തിത്വമായിട്ട് മാറും, ശബ്ദം മാറും, രൂപം മാറും, നമ്മുടെ പോസ്റ്റർ വരെ മാറും. ഈ രീതിയിലൊക്കെ മൊത്തത്തിൽ ആൾ മാറും. അത് ചിലപ്പോൾ എപ്പോഴും മാറണമെന്നില്ല. ഇത് ചില സമയത്താണ് ഈ ഒരു ബിഹേവിയർ കാണിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം അയാളുടെ പോലെ സംസാരിക്കുന്നു, പെണ്ണാണെങ്കിൽ ആണിൻ്റെ ബിഹേവിയർ കാണിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ നമ്മുടെ ബിലീഫ് സിസ്റ്റം അത് കയറിയിട്ടുള്ളതനുസരിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ലൈക്ക് ഇപ്പോൾ കൊലപാതകത്തിലൂടെ മരണപ്പെട്ട യക്ഷിയാണെങ്കിൽ പ്രതികാരം വീട്ടാൻ വേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ അങ്ങനത്തെ കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി വന്നിട്ടുണ്ടല്ലോ. ആണല്ലേ? പ്രതികാര ദാഹിയായിട്ട് വരുന്ന അതേപോലെ റിയാക്ട് ചെയ്യണവരുണ്ട്. അങ്ങനത്തെ അതായത് അവരുടെ ഉള്ളിൽ പ്രതികാരദാഹിയായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഞങ്ങളിതിനെ പറയാം ഐഡൻറ്റിറ്റി എന്നാണ്, വേറൊരു വ്യക്തിത്വം അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള യക്ഷിയുടെ രൂപം ഫോം ചെയ്യും. അപ്പോൾ ഇതേമാതിരി ടെൻഡൻസി ഉണ്ടാവും. ഒന്നിനും ചിലപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ ഹോമിസൈഡ് ടെൻഡൻസി, അതായത് ആത്മഹത്യ ചെയ്യാനോ ഈ വ്യക്തിയെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അക്രമം കാണിക്കാനുള്ള ടെൻഡൻസി ചിലപ്പോൾ കാണിക്കാറുണ്ട്. ഇപ്പം ഒരു ഐഡന്റിറ്റി, അപ്പം ഞാനാണ് ഈ ഐഡന്റിറ്റീനെ കൊന്നത്. അപ്പൊ എന്റെ മേത്താണോ കയറാ അത് വേറെ ആളുടെ മേത്ത് കയറിയിട്ട് എന്നെ കൊല്ലാൻ? അങ്ങനെ നിർബന്ധമില്ല. ഈ ഒരു ഐഡന്റിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് ഇപ്പോൾ മെഹറിന് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു മൈൻഡ് ഉണ്ട്, ഇതിലൊന്നും പേടി തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ മെഹറിനൊന്നും തന്നെ ബാധിക്കില്ല. ഫിയർ ആൻഡ് ഗിൽട്ട്, പിന്നെ ഈ തരം അവസ്ഥയിൽ കുറ്റബോധവും ഭയവും ഉള്ളവരിലാണ് പെട്ടെന്ന് വരുന്നത്. പക്ഷെ മനുഷ്യർക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ചിലപ്പോൾ ഭയം നിന്ന് വരാം. അപ്പോൾ ഈ ഭയം വന്നുകൊണ്ട് മാത്രമല്ല, അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുട്ടിക്കാലം മുതൽ കടന്നുകൂടിയിട്ടുള്ള ഈ സിനിമകളിലും മുത്തശ്ശി കഥകളിലും ബുക്കുകളിലും ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ രൂപങ്ങൾക്കും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ശക്തികളുണ്ടെന്ന്. കാരണം നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ അപ്പോൾ പിശാച് ജിന്ന് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇതെല്ലാം അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു ഭയക്കുന്നൊരു സിറ്റുവേഷനിൽ നമ്മളതിനെ പറയുക പഞ്ചഭൂതങ്ങളെ സ്തംഭിപ്പിക്കും എന്ന് പറയും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഇടയ്ക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഈ സെക്യൂരിറ്റിയാണ് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്.
ഈ ഒരു സെക്യൂരിറ്റീനെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ഫിയർ ആവുന്നോ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആവുന്നോ നമ്മൾ പെട്ടെന്നൊരു സമയത്തേക്ക് തിങ്കിങ് ബ്രെയിൻ, അത് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ്, അത് നമ്മൾ ചിന്തിക്കാനുള്ള വിവേകമുള്ള ബ്രെയിൻ, അത് ഇന്നാക്റ്റീവ് ആവുകയും അതേ സമയത്ത് ടപ്പ് എന്ന് പറഞ്ഞ നിമിഷത്തിൽ എന്താണ് ഫിയർ, ആണ് ഈ ഫിയർ എന്താണ് അകത്തേക്ക് കയറുന്നത്, അത് സബ് കോൺഷ്യസിലേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യുകയും അപ്പോൾ ആ കയറിയ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ച് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ബിഹേവ് ചെയ്യും. ആ സമയത്ത് കോൺഷ്യസ് മൈൻഡ് ഇന്നാക്റ്റീവ് ആവുകയും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ബിഹേവിയറിലേക്ക് വരും. ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഈ കറുത്ത പട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ബാധ കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതെങ്ങനെ മൃഗങ്ങളിലൂടെ കയറുന്നേ? കറുത്ത പട്ടിയുണ്ട്, കറുത്ത പൂച്ചയുടെ രൂപത്തിലുണ്ട്, നിഴൽ ഷാഡോ ഇതൊക്കെ ആയിട്ട് നമുക്ക് കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുറേ കേസുകളിലൊക്കെ കറുത്ത പട്ടിയെ കണ്ട്, പൂച്ച വട്ടം മുറിഞ്ഞതും, പൂച്ചയെ രാത്രി അസമയത്ത് പേടിയുള്ള സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലെ വരികയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് നമ്മൾ ഭയന്ന് പോകും. അപ്പോൾ ഈ ഭയക്കുന്ന സമയത്താണ് ഈ പട്ടിയല്ല കുറ്റക്കാരൻ, ഈ പട്ടിയെ നമ്മൾ ഭയന്നു. ആ ഭയന്ന ഈ പട്ടിയുടെ ഉള്ളിൽ ഓൾറെഡി അപ്പോൾ ബാധ ഉണ്ടാവും. പട്ടിയുടെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല, രണ്ടുപേരുടെ ഉള്ളിലും ബാധയില്ല. ഭയം എന്ന സാധനം എൻ്റെ അകത്തിരിക്കണോണ്ട് എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചപ്പെട്ടുള്ള, അതായത് എൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു ബാധ. അപ്പോൾ ഭയന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ ആ സമയത്ത് പേടിച്ച സമയത്ത് മുമ്പുള്ള അനുഭവം എൻ്റെ ഉള്ളിലുണ്ടാകും. ആരെങ്കിലും പറഞ്ഞോ കഥകൾ കേട്ടതോ ഇതെന്തോ ആ സമയത്ത് പേടിക്കുമ്പോൾ എന്തോ ഒരു അനുഭവമില്ലേക്ക് വരും. ആ സമയത്ത് ഞാനൊരു പേടിക്കാരനാണ്, ഇതിലൊക്കെ വിശ്വാസമുണ്ട്, എനിക്ക് സംഭവിക്കാൻ സാധ്യതകളുണ്ട് എന്നൊരാളിലാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം അകത്തേക്ക് കയറും. ആ കയറുന്നതിൻ്റെ കാരണം ആ ഭാഗത്ത് ഏതെങ്കിലും ദുർമരണം നടന്നതോ വേറെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ ഓൾറെഡി കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമോ അല്ലെങ്കിൽ പൈശാചിക രൂപങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ ചിന്ത ബിലീഫ് സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ കോൺഷ്യസ് മൈൻഡിന് അത് അറിയില്ല, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കോൺഷ്യസ് മൈൻഡിലൂടെ തന്നെയാണ് കേട്ടത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. ഇത് ആ സമയത്ത് ഇത് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ എക്സ്ട്രാ പവറുള്ള ശക്തികളായിട്ട് നമ്മൾ പെട്ടെന്ന് മാറുകയാണ്. ഐഡൻറ്റിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടായി, അതിനൊരു ട്രിഗർ ഉണ്ടായി. ആ ട്രിഗർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതങ്ങനെ സംഭവിക്കും. ആ പാവം പട്ടി, കറുത്ത പട്ടി, ചുവന്ന കണ്ണുള്ളത്, കരിമ്പൂച്ചകൾ, ഷാഡോ, ഇതുപോലെയൊക്കെ പല സന്ദർഭങ്ങളിലാണ് സാധാരണ സംഭവിക്കാറ്. അപ്പം നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന മലയാളി പ്രേതങ്ങൾ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ എന്താ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടുള്ള ഇപ്പം നമ്മുടെ വെള്ളി നക്ഷത്രത്തിലെ പ്രേതം ഇപ്പം റീൽസിലൊക്കെ ഒരുപാട് വൈറലായിരുന്നല്ലോ, വെള്ളി നക്ഷത്രത്തിലെ പ്രേതം അല്ലെങ്കിൽ യക്ഷിയും ഞാനിലും അതിനകത്ത് പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പ്രേതങ്ങൾ എന്നൊക്കെ പറയുമ്പം ഇതിനെ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം എങ്ങനെയാണ് പ്രേതങ്ങൾ ലൈക്ക് ഇപ്പം ഒരു മലയാളിയാന്ന് വെച്ചാൽ മലയാളിയായിട്ടുള്ള ഒരാൾ അയാളുടെ ഉള്ളിൽ ഇംഗ്ലീഷ് പ്രേതങ്ങൾ കയറിയിട്ടുള്ള അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് മലയാളികളിൽ ഇംഗ്ലീഷ് പ്രേതം കൂടിയിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്. അത് മിക്കവാറും ഇംഗ്ലീഷ് കഥകളോ ഇംഗ്ലീഷ് മൂവികളോ വായിച്ചിട്ടുള്ള ആളുകളിലായിരിക്കാം. സാധാരണ ഒരു മലയാളിയുടെ മുമ്പിൽ എപ്പോഴും ഈ ഒരു സാധാ മലയാളി പ്രേതങ്ങളെ കയറാറുള്ളൂ. അവരുടെ സങ്കല്പത്തിലുള്ള പ്രേതങ്ങൾക്കൊക്കെ വെളുത്ത സാരിയും സുന്ദരികളായിട്ടുള്ള രൂപങ്ങളൊക്കെയാണ് ഇതിലൂടെ വരുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ്. അപ്പോൾ അവർക്ക് അതേ രീതിയിലുള്ള പ്രേതങ്ങളായിരിക്കും അവർ ഇത് വരുന്നത്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവരുടെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അവർക്ക് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള പോലത്തെ സിനിമകൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അതിലുള്ള ചില രൂപം അവരെങ്ങനെയാണോ ആരോ ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ കാണി എൻ്റെ ഇൻഫോർമേഷൻ ഇതിലൂടെ എൻ്റെ ഉള്ളിലേക്ക് ഇൻഫോർമേഷൻ ചെല്ലുകയാണ്. അപ്പോൾ ആ നാട്ടിൽ ആ തരം പ്രേതങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രേതങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത പേരുകളാണ്. എസക്കിയമ്മാൾ, മാരിയമ്മാൾ, ഇങ്ങനെ വേറെ പേരുകളിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രേതം. നാട്ടിലുള്ളത് കോമൺ നാഗയക്ഷി, ചുടല, മറുത, സർപ്പം, ജിന്ന്, ഇബിലീസ്, ലിയോൺ, അങ്ങനെ ഓരോ പേരുകളിലാണ് വരുന്നത്. രക്തരക്ഷസ്, ബ്രഹ്മരക്ഷസ്. ഇത് കൂടാതെ ഇതൊക്കെ ഹൈ സ്ട്രോങ് ആയിട്ടുള്ള പ്രേതങ്ങളാണ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രേതങ്ങൾ ഇറങ്ങാനും കുറച്ച് സമയമെടുക്കും, കാരണം അവരുടെ ശക്തി അവർ ശരിക്കും കാണിച്ചെന്നിരിക്കും. പക്ഷെ സാധാരണ അയൽവക്കത്തെ വീട്ടിലൊരു ദുർമരണം നടന്നത്, കൊലപാതകം നടന്നത്, തൂങ്ങി മരിച്ചത്, ഇത്തരം സിറ്റുവേഷനിലുള്ള പ്രേതങ്ങൾക്ക് അത്രയും പവർ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വയസ്സായ ആളുടെ പ്രേതമാണ് കാരണം
അത്രേ പവർ കാണുള്ളൂ. കാണുള്ളൂ. അപ്പോൾ നമ്മളിപ്പം സാറ് പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ മൈൻഡ് തന്നെയാണ് ഒരു പരിധി വരെ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത്. അതെ. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം അവരെ പോലെ സംസാരിക്കുന്നത് ഓക്കെ, അവരെ പോലെ വസ്ത്രം ധരിക്കുന്നതൊക്കെ ഓക്കെ. ഇപ്പം പ്രേതബാധ കൂടിയിട്ടുള്ള ഒരാൾ ഇപ്പോൾ അതുപോലെ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതൊക്കെ ഓക്കെ. പക്ഷെ എങ്ങനെയാണ് ഈ ശക്തിയുടെ ഒരു ഇത് വരുന്നത്? ലൈക്ക് അത്രയും നാളും സാധാ പോലെ നടന്ന ഒരാൾ പെട്ടെന്ന് ഒരുപാട് ശക്തി കാണിക്കുക, ശക്തി വരുന്നു. പെട്ടെന്ന് എന്താ പറയുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരം മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായ പവർ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓരോ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമേജ് എൻ്റെ ഉള്ളിലുണ്ട്. അതേക്കുറിച്ചുള്ള ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില രൂപങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഭാവനകളുണ്ട്. ഞാൻ സിനിമയെ കണ്ടിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞ് കേട്ടതായിട്ടുള്ള, അപ്പോൾ ആ ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീനെയാണോ ഞാൻ ഉള്ളിൽ കണ്ടിട്ടുള്ളത് അത്രയും സ്ട്രോങ് ആയിരിക്കും എൻ്റെ ബിഹേവിയർ. ഈ ബിഹേവിയർ എല്ലാം സബ് കോൺഷ്യസ് മൈൻഡാണ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുള്ളാണ്. ഇപ്പോൾ മുമ്പിൽ കിടക്കുന്ന ഒരു ചെറിയ ടേബിൾ എനിക്ക് കൈകൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഐഡൻറ്റിറ്റി ആയി മാറുമ്പോൾ എൻ്റെ ഫുൾ പവർ ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ അത്രമാത്രം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിൽ ആക്ടിവേറ്റ് ആവുകയും എൻ്റെ ഫുൾ ആയിട്ടുള്ള ഇത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ശക്തി കൂടുതലായിട്ട് കാണിക്കും. 2-3 പേര് പിടിച്ചാൽ പോലും ചിലപ്പോൾ എന്നെ കിട്ടില്ല, നിൽക്കുമെന്ന് വരില്ല. കാരണം എൻ്റെ റിയൽ പവർ ഞാൻ ഉപയോഗിക്കും ആ സമയത്ത്. കോൺഷ്യസ് മൈൻഡല്ല ഉപയോഗിക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരുപാട് നാൾ ഉപയോഗിക്കാത്ത വീടുകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തലകറക്കം അനുഭവപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു തണുപ്പ് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും അവിടെ ഇതുപോലെ പ്രേതബാധ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതിൻ്റെ ഒരു റീസൺ എന്താ? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ മെഹർ ചോദിച്ചില്ല, ഒരുപാട് ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ വീടുകളിൽ തന്നെ പഴക്കം ചെന്ന വീടുകളിലാണ് സംഭവിക്കുന്നത്. പ്രേത ഭവനങ്ങൾ, ബംഗ്ലാവുകൾ, സായിപ്പിൻ്റെ ഭവനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് ധൈര്യമുള്ളവർ ചെന്നിട്ട് പോലും തലയിറങ്ങി താഴോട്ട് വീണിട്ടുണ്ട്. എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, ഇതുപോലത്തെ ശക്തികളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ താഴെ വീണിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വീടുകൾ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ട് കിടക്കായിരിക്കും വർഷങ്ങളോളം. ആരും അതിൻ്റെ അകത്തേക്ക് കയറാറില്ല. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കുറേ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ട്. പഴയ കാലത്ത് ചിമ്മിനികൾ, നെരിപ്പോടുകൾ എന്ന് പറയും, അന്ന് ചൂട് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രിക്കൽ ഹീറ്ററുകൾ, ഇതൊക്കെ വർഷങ്ങളായിട്ട് അവിടെ ഉപയോഗിക്കാതെ കിടക്കണമുണ്ട്. അതിൻ്റെ അകത്ത് കിടക്കുന്ന കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില വാതകങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഈ വാതകങ്ങൾ ലീക്കാവാൻ തുടങ്ങും. ലീക്കാവുമ്പോൾ ക്ലോസ്ഡ് ആയിട്ട് ഏരിയയിൽ, ഓക്സിജൻ കുറഞ്ഞുള്ള ഏരിയയിൽ ഈ കാർബൺ മോണോക്സൈഡ് ക്ലോസ്ഡ് ആയിട്ട് പുറത്തേക്ക് എയർ സർക്കുലേഷൻ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇത് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഈ പോയ്സണസ് ആയിട്ടുള്ള ഈ കെമിക്കൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹലൂസിനേഷൻസ് ഉണ്ടാവാം, ബോധക്ഷയം ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും, ഈവൻ മരണം വരെ സംഭവിക്കാം. ഇത് കൂടാതെ ചില പഴയ മനകളിലോ വീടുകളിലോ ഒക്കെ അടഞ്ഞ് കുറേ നാൾ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൂണുകളൊക്കെ മുളയ്ക്കും. നമ്മൾ മാജിക് മഷ്റൂം എന്ന് പറയുന്നത് ഈ സൈലോസെബാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ കൂണുകൾ റിലീസ് ചെയ്യും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള കെമിക്കലാണ്. ഇത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയോ ഇത് കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹലൂസിനേഷനും ഡിലൂഷൻസ്, വിഭ്രാന്തികൾ, മായാദർശനങ്ങൾ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ കൂണിൻ്റെ സ്വാധീനവും ക്ലോസ്ഡായ റൂമിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, ഓക്സിജൻ ഇല്ലാത്ത റൂമിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ അവസ്ഥ വരും. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് അവിടെ ചെല്ലും ബോധക്കേട് വരുന്നത്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ ബോധം മാത്രമല്ല മരണം വരെ സംഭവിക്കാം. ഈ പറഞ്ഞ മാജിക് മഷ്റൂം നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഭ്രാന്തികൾ ഉണ്ടാവും, കാണാത്ത കാഴ്ചകൾ കാണാം. ഇതൊക്കെ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതാണ് സത്യം പറയും മാജിക് മഷ്റൂമിന്റെ പിന്നിലുള്ള കാരണം ഇപ്പം നമ്മൾ കൊടൈക്കനാലൊക്കെ മാജിക് മഷ്റൂം ഭയങ്കര ഫേമസ് ആണ്. ഈവൻ ദോ ലീഗൽ ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇമാജിനേഷൻ, ഹലൂസിനേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു അതിന് പറയുന്നത് ഈ ഒരു കെമിക്കലാണ് സൈലോസിബാൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കലാണ് നമുക്ക് ഈ ഒരു ഫീൽ ഉണ്ടാക്കുന്നത്. അത് ഹെൽത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്? ഹെൽത്തിന് ദോഷം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഹൈ ടോക്സിക്. ഒന്നാമത്തെ നമ്മുടെ നോർമൽ കോൺഷ്യസ് ഇതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് മാറുന്നു, റിയാലിറ്റിയിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയുണ്ടാവും.
ഒരു ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്കുണ്ടാവും. നമ്മളൊരു മയക്കുമരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ ഒരു ഫീലിംഗ് തോന്നലുകളൊക്കെ ഇത് സൃഷ്ടിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇതിൽ സംഭവിക്കുന്നത്.